കഴിഞ്ഞ വർഷത്തെ OnePlus 12R ഓർമ്മയുണ്ടോ? OnePlusന്റെ കോൺട്രവേഴ്ഷ്യൽ ഫോൺ. കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ ആ ഫോണിൽ OnePlus പറയുന്ന അനുസരിച്ച് 128GB ആൻഡ് 256GB രണ്ടിലും UFS 4.0 സ്റ്റോറേജ് ആണ് എന്നാണ് OnePlus ലോഞ്ച് ഇവന്റിൽ പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചിരുന്നു, അതായത് 128GB ശരിക്കും UFS 3.1 ആണ്, UFS 4.0 അല്ല. ഒടുവിൽ OnePlusഉം കുറ്റസമ്മതം നടത്തി. എന്നിട്ട് ഐ തിങ്ക് ഫുൾ റീഫണ്ടോ അതോ ഫ്രീ അപ്ഗ്രേഡ് എന്തോ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയി ഈ OnePlus 13Rൽ അങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഒന്നുമില്ല. ഓക്കെ, ഇതിൽ പ്രോപ്പർ UFS 4.0 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ LTPO ഡിസ്പ്ലേ ഉണ്ട്, നല്ല പവർഫുൾ പെർഫോമൻസ്, ഒരു യമണ്ടൻ ബാറ്ററി. തീർച്ചയായിട്ടും ഒരു വാല്യൂ ഫോർ മണി സെറ്റപ്പ് ആണ് ഈ OnePlus 13R. എന്നാൽ ഈ ഒരു ഫോണിനെ വാല്യൂ ഫോർ മണി ആക്കാൻ വേണ്ടി OnePlus അവിടെ ചെറിയ രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റും, കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കോസ്റ്റ് കട്ടിങ്, എന്തൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ OnePlus 13Rന്റെ ഫസ്റ്റ് ലീക്ഡ് ഇമേജസ് കണ്ടപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഫോൺ നേരിട്ട്, അതായത് റിയൽ ലൈഫിൽ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഐ റിയലി ലൈക്ക് ഇറ്റ്. നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്, വളരെ ക്ലീൻ ഡിസൈനിലാണ് വരുന്നത്, നല്ല ഇൻഹാൻഡ് ഫീൽ തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ ആസ്ട്രൽ ട്രെയിൽ ഡിസൈൻ ആണ് വരുന്നത്. ആസ്ട്രൽ ട്രെയിൽ എന്ന് പറയുമ്പോൾ ഈ രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ കണ്ടു കാണും, ഇങ്ങനെ സർക്കിൾ ആയിട്ട് സ്റ്റാർസിന്റെ ഫോട്ടോസ് വരാറുണ്ടല്ലോ, ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. തൊടുമ്പോൾ അതറിയാൻ പറ്റുമല്ലോ. ഓക്കെ, സോ ഫിസിക്കൽ ഡിസൈൻ അല്ല, ഡ്രോയിങ് പോലെയാണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. ഈ ഫോണിന്റെ ബാക്കിൽ ഗ്ലാസിന്റെ ബിൽഡാണ് തന്നിരിക്കുന്നത്, ചുറ്റുമുള്ള ഫ്രെയിം മെറ്റൽ ആണ്. പിന്നെ നമ്മൾ ഇത്തവണ വന്ന OnePlus 13 കണ്ടിരുന്നല്ലോ, ഈ ക്യാമറ മോഡ്യൂലും നമ്മുടെ ഫ്രെയിമും ഉള്ള ലിങ്ക് അവരെടുത്ത് മാറ്റിയിരുന്നു. ഇത്തവണ സെയിം ഇവിടെയും വന്നിട്ടുണ്ട്, ആ സെയിം മാറ്റം. OnePlus 12Rൽ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഇത്തവണ ആ കണക്ഷൻ എടുത്ത് മാറ്റി. കണ്ടില്ലേ, 12Rന്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് നല്ല കർവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. എന്നാൽ ഇത്തവണ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് ഈ OnePlus 13R വരുന്നത്. ഫോണിന്റെ മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിലാണ് ഫേമസ് അലേർട്ട് സ്ലൈഡർ. താഴെ നോക്കുകയാണെങ്കിൽ സിം സ്ലോട്ട് ഉണ്ട്, ഡ്യുവൽ മൈക്ക് സെറ്റപ്പ്, ടൈപ്പ് സി പോർട്ട് ആൻഡ് സ്പീക്കർ സ്ലോട്ട്. ഒരു കാര്യം എടുത്തു പറയണം, ഇത്തവണ തന്നിരിക്കുന്ന ബട്ടൺസ് ഉണ്ടല്ലോ, അത് 12R വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സോളിഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ഒരു ഫ്ലാറ്റ് വലിയ ബട്ടൺസ് ആണ് തന്നിരിക്കുന്നത്. IP65 റേറ്റിംഗുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. കുറവാണെന്ന് എനിക്ക് തോന്നി, കാരണം 25,000 ഈവൻ 20,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോൺസിലും IP68 ഉണ്ട്. സോ ഇവിടെയും ആ പറഞ്ഞ IP68ഉം IP69 കൊടുക്കാമായിരുന്നു. നല്ല യമണ്ടൻ സൈസുള്ള ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 6.78 ഇഞ്ചുള്ള ഡിസ്പ്ലേ ആണ്. എന്നാൽ 12R വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ കർവ് ഒന്നും വരുന്നില്ല. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ തവണ 2 കർവ് ഉണ്ടായിരുന്നല്ലോ, സോ ഇത്തവണ ഈ ട്രെൻഡിനനുസരിച്ച് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത്തവണ കർവേ എടുത്ത് മാറ്റി. സോ നോ കർവ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഫ്ലാറ്റ് ആണോ അത് കർവ്ഡ് ആണോ? ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഡിസ്പ്ലേകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇട്ട് തരാം, ചെക്ക്ഔട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ വാച്ച് ടൈം കുറയും. 1.5K റെസൊല്യൂഷനുള്ള LTPO 4 ഡിസ്പ്ലേ ആണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇതാ കണ്ടില്ലേ, OnePlus 13 ഉള്ളതുപോലെ 1 Hz to 120 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, നല്ല വീഡിയോ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് HDR ആൻഡ് ഡോൾബി വിഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പല വീഡിയോസിലും പല റിവ്യൂസ് പറയുന്നത് കേട്ട് കാണും, അതായത് ഇതിൽ HDR വരുന്നില്ല, ഡോൾബി വിഷൻ വരുന്നില്ല. തെറ്റ് അവരുടേതല്ല. ലോഞ്ചിന് ശേഷമുള്ള അപ്ഡേറ്റിലാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പം ഇതാ കണ്ടില്ല, നെറ്റ്ഫ്ലിക്സിൽ HDR ആൻഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, OnePlus 11Rൽ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ താഴെയായിരുന്നു. ഓക്കെ, OnePlus 12Rൽ അത് വീണ്ടും അവർ കംഫർട്ടബിൾ മേളുള്ള പൊസിഷനിൽ കൊണ്ടുവന്നു. ഇതാ OnePlus 13ൽ വീണ്ടും അത് താഴെ വന്നിരിക്കുകയാണ്. ഇനി നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ വില കൂടിയ ഫോൺസിൽ ഇവിടെ ആയിട്ട് കൊടുക്കണം, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്, 1600 നിറ്റ്സിന്റെ ആണ് HBM ബ്രൈറ്റ്നസ്. സോ ഔട്ട്ഡോർ ഇൻഡോർ യൂസിൽ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, ഞാൻ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തു പോയിരുന്നു. ഈവൻ മാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും എല്ലാം ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. Gorilla Glass 7 ഐഡി പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസിലുള്ള ഫോൺ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി Gorilla Glass Victus ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. Victus 2 ഇല്ലെങ്കിലും Victus ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എനിവേ ഔട്ട് ഓഫ് ദ ബോക്സ് ഇതാ കണ്ടില്ല, സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. പിന്നെ Aqua Touch 2.0 ഫീച്ചർ വരുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ വിരലുകളിൽ നനവോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്പ്ലേയിൽ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡീസൻ്റ് ആയ രീതിയിൽ ടൈപ്പ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ ഫോണിൽ ഓബ്വിയസ്ലി ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, എന്നാൽ നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. OnePlusന്റെ R സീരീസിലുള്ള ഫോൺസിൻ്റെ ഒരു
ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് അവർ കുറഞ്ഞ പ്രൈസിലാണ് തരുന്നത്. ഓക്കെ, ഇത്തവണയും സെയിം ആണ്. ഈ OnePlus 13R കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആയ Qualcomm Snapdragon 8 Gen 3 ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇതാ കണ്ടില്ല, AnTuTu സ്കോർ 1.8 മില്യൺ ആണ്. LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. 12GB 256GB ആൻഡ് 16GB 512GB ആണ് രണ്ട് RAM സ്റ്റോറേജ് വേരിയൻസ്. സോ ഈ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഈ സെറ്റപ്പിന്റെ പെർഫോമൻസ്, ഇത് നമുക്ക് നോർമൽ യൂസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും രണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്. BGMI ഒക്കെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ഈവൻ ഗെൻഷിൻ ഇമ്പാക്ട് ഞാൻ 60 FPS നോക്കിയിരുന്നു, അവിടെ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് OnePlusനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ USB പോർട്ട് ഉണ്ടല്ലോ, ഈ USB എന്തിനാണ് ഇപ്പോഴും 2.0 ആക്കി വെച്ചിരിക്കുന്നത്? USB 3.2 ആയിരുന്നെങ്കിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പ്രോ ഗെയിമേഴ്സിന്. എനിവേ അതിവിടെ പറ്റൂല. പിന്നെ നിങ്ങളിൽ പലരും കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ കാർ എക്സ് സ്ട്രീറ്റ് എന്നൊരു ഗെയിം ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം ഹെവി ഗെയിമാണോ? ഞാൻ ആക്ച്വലി സെറ്റിംഗ്സിൽ കയറിയിട്ട് ഗ്രാഫിക്സ് മൊത്തം ഫുള്ളാക്കി ഏറ്റവും ഫുൾ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 55-60 FPS കിട്ടുന്നുണ്ട്. പിന്നെ ഹെവി യൂസിന്റെ സമയത്ത് ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹീറ്റിംഗ് കുറച്ചുകൂടെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡ്യുവൽ ക്രയോ വേപ്പർ ചേംബർ സംവിധാനമൊക്കെ വരുന്നുണ്ട്. സോ ഈ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആൻഡ് പവർഫുൾ പെർഫോമൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫോണിൽ 6000 mAh ഒരു യമണ്ടൻ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. എന്നിട്ടും ഈ ഫോൺ സ്ലിം ആവാനുള്ള കാരണം അറിയാലോ, സിലിക്കൺ കാർബൺ ടെക്നോളജിയുമായി വരുന്ന ബാറ്ററിയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, 1 ഡേക്ക് ഈസിലി പോകും, നോ പ്രോബ്ലം. എന്നാൽ ഇത്തവണ സിംഗിൾ ബാറ്ററി, അതായത് സ്പ്ലിറ്റ് ബാറ്ററി ഇടാതെ സിംഗിൾ ബാറ്ററി വന്നിരിക്കുന്നത് കൊണ്ടും ചാർജിങ്ങിന്റെ സ്പീഡ് 100 വാട്ടിൽ നിന്ന് 80 വാട്ടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടും പ്ലസ് ഇത്തവണ വലിയ ബാറ്ററി വന്നിരിക്കുന്നത് കൊണ്ട് ചാർജിങ് ടൈം കൂടിയിട്ടുണ്ട്. ഈ OnePlus 12 ഐ തിങ്ക് 30 മിനിറ്റ്സ് കൊണ്ട് എങ്ങാണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് 1 to 100% ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 50-55 മിനിറ്റ് എടുക്കും. അത് ഓക്കെ ആണ്, അതായത് സാംസങ് ആപ്പിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഓക്കെ ആണ്. പക്ഷേ OnePlusന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ സ്ലോ ആണ്. പിന്നെ ഈ OnePlus 13 തന്നതുപോലെ OnePlus ഇവിടെയും ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് തന്നിരിക്കുന്നത് വിത്ത് Oxynoise 15. ഇവിടെ കണ്ട അതേ സ്മൂത്ത് എക്സ്പീരിയൻസും ആനിമേഷനും എല്ലാം നമുക്ക് ഈ OnePlus 13R കിട്ടുന്നുണ്ട്. OnePlus 13 ഉള്ളതുപോലെ ഇവിടെയും നിങ്ങൾക്ക് 4 years of OS അപ്ഡേറ്റ് കിട്ടും. അതുപോലെ തന്നെ OnePlus 13 ഉണ്ടായിരുന്ന ആ സെയിം ആപ്പ് പിക്സും പിന്നെ ഈ തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർ അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾ, തേർഡ് പാർട്ടി അല്ല ആക്ച്വലി ഫസ്റ്റ് പാർട്ടി, തേർഡ് പാർട്ടി ഉണ്ട്, എന്നാൽ ഫസ്റ്റ് പാർട്ടി പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഇവിടെയും വരുന്നുണ്ട്. കണ്ടില്ലേ, ആപ്പ് പിക്സ് ഉണ്ട്, പിന്നെ ഈ ഫോൺ മാനേജർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കളർ ഓയിസിൽ കണ്ടുവരുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഇവിടെയും തന്നിട്ടുണ്ട്. ഓപ്പോ ആണെങ്കിലും റിയൽമി ആണെങ്കിലും ഈ രണ്ട് ബ്രാൻഡുകളുടെ ഫോൺസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ബ്ലോട്ട്വെയർസ് ഉണ്ട്. പക്ഷേ OnePlusന്റെ ഫോണിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. OnePlusൽ നിന്ന് അത് അതായത് ഓക്സിനോയ്സ് ആയതുകൊണ്ട് OnePlus അത് അവോയ്ഡ് ചെയ്യായിരുന്നു ആക്ച്വലി. എനിവേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇതാണ്ടില്ലേ, ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല, എന്നേക്കുമായി ഈ സംഭവം ഡിലീറ്റ് ആവും നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്ന്. പിന്നെ OnePlus 13 കണ്ട എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ജെമിനി ഉണ്ട്, സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചർ, പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷനുള്ള ഈ കാണുന്ന ടെക്സ്റ്റ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ്, AI ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പ്ലസ് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ലൈവ് അലേർട്ടിന്റെ ഫീച്ചർ, അതായത് ബേസിക്കലി ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഫീച്ചറാണ്, അത് ഈ OnePlus 13R കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര ക്യാമറ പെർഫോമൻസ് ഒന്നുമില്ല. 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വാം ടോൺ ഉള്ള, നല്ല കളർഫുൾ, നല്ല ബൂസ്റ്റഡ് കളേഴ്സ് ഉള്ള ഫോട്ടോസ് ആണ് തരുന്നത്. 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആയതുകൊണ്ട് ആ 8 മെഗാപിക്സൽ അൾട്രാവൈഡിന്റെ ക്വാളിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇത്തവണ 2x ടെലിഫോട്ടോ ക്യാമറ തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന ഈ ഒരു OnePlus 12R വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ ടെലിഫോട്ടോ ഒന്നും തന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ പോവാണ്, കാരണം 35,000-40,000 രൂപ വില വരുന്ന ഒരു ഫോണാണ്. ഓക്കെ, ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 3x ടെലിഫോട്ടോ ക്യാമറ ഈസിലി കൊടുക്കാമായിരുന്നു. റിയൽമിയുടെ 12 Pro Plus, 13 Pro Plus, ഇനി വരാൻ പോകുന്ന 14 Pro Plus, ഈ പറഞ്ഞ എല്ലാ ഫോൺസിലും 3x ടെലിഫോട്ടോ വരുന്നുണ്ട്. ഈവൻ മോട്ടറോള ഫോൺസിലും വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും 35,000-40,000 റുപ്പീസിൽ കിട്ടുന്ന ഫോൺസിൽ മിനിമം 3x ടെലിഫോട്ടോ എങ്കിലും തരണം. നൈറ്റ് ഫോട്ടോസ് ഞാൻ എടുത്ത് നോക്കിയിരുന്നു, നല്ല പെർഫോമൻസ് ആണ്, സർപ്രൈസിംഗ്ലി നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ ബിൽഡിങ്സിന്റെയും പിന്നെ ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്, അതായത് എൻ്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കളേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ വീഡിയോസ് ആണ്. സെൽഫി ഫോട്ടോസ് നല്ലതാണ്, പ്രത്യേകിച്ച് നല്ല ലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് ഉള്ള നല്ല സ്കിൻ ടോൺ ഉള്ള സെൽഫി ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് OnePlus 13Rന്റെ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് 43,000 രൂപയുടെ ഫോണാണ്, അതിലിപ്പോഴും 1080p 30 FPS ആണ് മാക്സിമം. എന്താ OnePlus ഇങ്ങനെ? പിന്നെ എന്തിനാണ്
ഇതിൻ്റെ അകത്ത് ഇത്രയും പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് ഇട്ട് തന്നിരിക്കുന്നത്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഫോണിൽ കുറേ സംഭവങ്ങളില്ലല്ലോ. അപ്പോൾ USB 2.0 ഇല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3x ടെലിഫോട്ടോ ഇല്ല, സെൽഫിയിൽ 4K ഇല്ല. ബ്രാൻഡുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷയില്ല. കാരണം എല്ലാ വർഷവും പുതിയൊരു ഫോൺ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റം ഒക്കെ തരണ്ടേ. നോക്കിക്കോ, അടുത്ത വർഷം മിക്കവാറും OnePlus 14Rൽ സെൽഫി റെക്കോർഡിംഗ് 4K ആക്കാൻ ചാൻസ് ഉണ്ട്. എനിവേ OnePlus 13ൽ കണ്ട ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് AI എഡിറ്റർ, അതിവിടെ വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാണുന്ന AI ഡീറ്റെയിൽഡ് ബൂസ്റ്റ്, AI ഇറേസർ, AI അൺബ്ലർ ആൻഡ് ഈവൻ AI റിഫ്ലക്ഷൻ ഇറേസറിന്റെ ഫീച്ചറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. Wi-Fi 7 ആൻഡ് Bluetooth 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ തന്നിട്ടുണ്ട്. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. OnePlus അത് നല്ലോണം ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും, കാരണം NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ OnePlus 13R ആർക്ക് വേണ്ടിയാണ്? ബേസിക്കലി നിങ്ങൾ 40,000 റുപ്പീസിൻ്റെ താഴെ, അതായത് ഓഫറൊക്കെ ചേർത്ത് 40,000 രൂപയുടെ താഴെ 8 Gen 3 ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ OnePlus 13R എന്ന ഫോൺ ചെക്ക് ഔട്ട് ചെയ്യും. തീർച്ചയായിട്ടും നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്. അതായത് 40,000 റുപ്പീസിൽ നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം ഓഫർ സമയത്ത് ഐ തിങ്ക് iQOO 12ഉം കിട്ടുന്നുണ്ട്. സോ അതും ചെക്ക് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ ഐ തിങ്ക് iQOO 12 ഈ സെയിം പ്രൈസ് 42,000 41,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. അതും വേണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് ഈ OnePlus 13ന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.